അതായത് നമുക്കിങ്ങനെ ഉള്ളിലെ ആ ഒരു ദൈവത്തിന്റെ വിളി വന്നിട്ടാണോ നമ്മൾ തുള്ളുക? നമ്മളത് അങ്ങോട്ട് വിളിക്കലല്ല, ഓല് ഇങ്ങോട്ട് വന്ന് നമ്മളെ ശരിയാക്കും. പിന്നെ നമുക്ക് ഒരു ബോധം ഉണ്ടാവില്ല. ഏത് ദൈവീനെയാ നമ്മൾ പൂജിക്കുന്നത്? ഞാനേ കാട്ടത്തെ ദൈവങ്ങള്. കാട്ടത്തെ ദൈവങ്ങൾ. ദൈവങ്ങൾക്ക് പേര് മല ദൈവങ്ങളെ കൊണ്ടാക്കണം ഞാനാ. ഒരു യോഗ ആയിരിക്കില്ലേ അമ്മേ? അതൊരു രോഗം പറഞ്ഞാൽ അത് ദൈവം തന്നാ വരാം. അത് ഞാൻ വിചാരിച്ചതല്ല. എനിക്ക് അങ്ങനെ ഒരു പൂരം തന്നത് ദൈവത്തിന്റെ ഉറപ്പതാണ് അല്ലേ? അതെ. അല്ല നമ്മളാരും പറഞ്ഞാലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആരോട് ഇങ്ങനെ പൂജ ചെയ്യണം. ഇപ്പൊ എത്ര വയസ്സായി എന്നറിയോ? എനിക്കറിയില്ല. അറിയില്ല. അത് നമ്മള് മെന്റലി നമുക്ക് ചെറിയ കുട്ടിയാണ് അല്ലേ? അങ്ങനെയൊന്നുമില്ല, ചെറിയ കുട്ടിയൊന്നല്ല. എനിക്ക് 8 മക്കളുണ്ട്. 8 മക്കളുണ്ട്. ഓ, അതിലിപ്പോ 2 പോയി. മലക്കൊക്കെ പോയി വന്നിട്ട് ഒരു കൊല്ലം ഞാനങ്ങനെ ഇപ്പോഴാണ് മരം ഒന്ന് കാറ്റടിച്ചിട്ട് മരം ഒന്നായിട്ട് വന്ന് വീണിട്ട് 3 എൻ്റെ വലിയ മകളും പിന്നെ എൻ്റെ ഭർത്താവും പിന്നെ വേറൊരു ചെറിയച്ഛൻ്റെ ഒരു മകളും 3 മരിച്ചു. എങ്ങനെയാ ഒറ്റയ്ക്ക് ജീവിക്കാൻ? ഒറ്റയ്ക്ക് ജീവിക്കാൻ നമ്മളെ ജീവിതം അങ്ങനെ ആയിപ്പോയില്ലേ. അതിനിപ്പോ നമ്മൾ പറഞ്ഞിട്ട് ശരിയാവില്ലല്ലോ. പോയത് എന്തായാലും പോയി, ഇനി അത് തിരിച്ചു കിട്ടില്ലല്ലോ. അതാണ്. തിരുനാവായി യാഗശാലയിൽ ഇന്ന് ദേവിക്ക് വേണ്ടിയിട്ടുള്ള പൂജയും നൃത്തവുമാണ് അരങ്ങേറാൻ പോകുന്നത്. അതിനെല്ലാം നേതൃത്വം നൽകുന്ന വെള്ളാകമ്മയാണ് എനിക്കൊപ്പം ഉള്ളത്. അമ്മ നമസ്കാരം. അമ്മ എവിടുന്നാ വരുന്നത്? ഞാൻ കാട്ടുനായ്ക്കറിയാണ്. കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടതാണ്. നിലമ്പൂരാണ് താമസിക്കുന്നത് അല്ലേ? നിലമ്പൂരിന് കുറെ പോണം. ആദ്യമായിട്ടാണോ ഇവിടേക്ക് വരുന്നതൊക്കെ? ഇവിടേക്ക് തന്നെ മലക്ക് ഞാൻ പോയിട്ടുണ്ട്. ശബരിമലയ്ക്ക് പോയിട്ടുണ്ടോ? ഓ, അയ്യനെ കാണാൻ പോയതാണോ? ആണ്. എത്ര കാലമായി അമ്മ ഈ പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? അച്ഛനും മരിച്ച ശേഷം പിന്നെ ഞാൻ തന്നെ ചെയ്യുന്നത്. അമ്മ തന്നെയാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ദേവീ പൂജയും നൃത്തമൊക്കെ കേൾക്കണം. എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലാണ്. എന്താണ് ആ നൃത്തം? എങ്ങനെ? വേറെ ആളൊന്നും കൂട്ടില്ല, എന്റെ മക്കള് തന്നെ ഉണ്ടാവും. കള്ളടിയായിട്ട് നമ്മള് ദൈവത്തിനൊക്കെ വിളിക്കാൻ വേണ്ടിട്ട് എന്റെ മക്കളെ ഞാൻ കൂട്ടും, വേറെ ആരും കൂട്ടൂല. എങ്ങനെയാ, ഏത് ദേവീനെയാ നമ്മൾ പൂജിക്കുന്നത്? ഞാനേ കാട്ടത്തെ ദൈവങ്ങള്. കാട്ടത്തെ ദൈവങ്ങൾ. ദൈവങ്ങൾക്ക് പേര് മല ദൈവങ്ങളെ കൊണ്ടാക്കണം ഞാനാ. അപ്പൊ മല ദൈവത്തിനുള്ള എല്ലാ പണിയും ഞാൻ എടുക്കും. ഓ, അങ്ങനെ. അപ്പൊ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൃത്തം ചെയ്യണത്. ഓ, അതെന്ത്? കൊയലും ചെണ്ടയും കളിക്കാറും ഒക്കെ നേരം വെളുക്കോളം 3 ദിവസത്തെ പരിപാടി ഉണ്ട്. ഓ, കൊറേ ആൾക്കാർ വരും, അതിനൊക്കെ ചെലവെടുക്കണം, കൊറേ പൈസ വേണല്ലേ? കൊറേ പൈസ. ഇപ്പൊ ഞാൻ നിർത്തിയത് എങ്ങനെയാന്ന് അറിയോ? പിന്നെ ഞാനിങ്ങനെ പിന്നെ എന്റെ ഭർത്താവ് പിന്നെ ഫോറസ്റ്റായിരുന്നു, കാട്ടിലെ ആദിവാസികളായിട്ട് ഫോറസ്റ്റ് മരപ്പണിയിലായിരുന്നു. അപ്പൊ പൈസ ഒക്കെ കിട്ടുമല്ലോ, ശമ്പളം കിട്ടിയിട്ട് ഞാൻ പരിപാടി എടുത്തു. അച്ഛൻ മരിച്ച ശേഷം അതുവരെ അച്ഛൻ തന്നെയായിരുന്നു. അച്ഛനൊക്കെ ഒക്കെ എനിക്ക് കാണിച്ചു തരും, എല്ലാം പഠിപ്പിച്ചല്ലേ? അപ്പൊ അച്ഛന്റെ മോളായിരുന്നോ? അച്ഛൻ എന്ത് പണിയെടുക്കാനും എന്നെ കൊണ്ടുപോകും. ഓ, അതിന്റെ എല്ലാ സാധനം വെക്കണതും കാട്ടിനൊക്കെ എൻ്റെ അടുക്കൽ പഠിപ്പിച്ചു. അങ്ങനെ പഠിച്ചു. അച്ഛൻ മരിച്ച ശേഷം പിന്നെ എനിക്ക് തോന്നും ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പരിപാടി എടുക്കും. അങ്ങനെ അല്ലാതെ എടുക്കാൻ പറ്റില്ലല്ലോ. മലക്കൊക്കെ പോയി വന്നിട്ട് ഒരു കൊല്ലം ഞാനങ്ങനെ പൂജിച്ചപ്പോഴാണ് മരം ഒന്ന് കാറ്റടിച്ചിട്ട് മരം ഒന്നായിട്ട് വന്ന് വീണിട്ട് 3 എൻ്റെ വലിയ മകളും പിന്നെ എൻ്റെ ഭർത്താവും പിന്നെ വേറൊരു ചെറിയച്ഛൻ്റെ ഒരു മകളും 3 മരിച്ചു. അതിൽ ഞാൻ പിന്നെ ഓല് മരിച്ചായിട്ട് അതൊക്കെ അവിടെ വലിച്ചിട്ട് കേട്ട് ഞങ്ങൾ ഇപ്പോൾ പോലീസുകാരൊക്കെ വന്ന് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് മരിപ്പനൊക്കെ 4 പേരും വണ്ടിയൊക്കെ എത്തിച്ചു. അതിൽ ഞങ്ങൾക്കൊന്നും ഒരു അന്തമില്ല. ഒക്കെ പോട്ടെ, പോലീസുകാരൊന്നും ചോദിച്ചണ്ട, ഇപ്പോൾ വെച്ചാലുമല്ലേ ഞങ്ങൾ സർക്കാരൊന്ന് വാങ്ങിത്തരാം. അല്ല, പൈസ ഒക്കെ തന്നു സർക്കാർ വാങ്ങി. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഓഫീസിൽ നിന്നൊക്കെ സഹായം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം അതുമില്ല, ഞാൻ പോക്കുമില്ല. ഇപ്പോഴും കാട്ടിൽ തന്നെയാണോ? കാട്ടിലല്ല, ഞങ്ങളിപ്പോ കാട്ടില് ജീവിതം കാട്ടിലാണെങ്കിലും കൂടി പണിക്കൊക്കെ പോകുന്ന കാട്ടിക്കൂടെയാണ്. ഞാൻ എവിടെയും പോണില്ല, ഞാൻ വീട്ടിൽ തന്നെയാണ്. ഇപ്പൊ തൊഴിലുറപ്പുണ്ടല്ലോ. തൊഴിലുറപ്പിന് പോകണ്ടോ? അതിന് പോയി. ഈ കാട്ടില് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ അങ്ങനെ ശീലിച്ചതല്ലേ.
നരിനെ പേടിയില്ല, കാട്ടിലെ നരിനെ പേടിയില്ല, ആനിനെ പേടിയില്ല, പാമ്പിനെ പേടിക്കില്ല. അങ്ങനെ ഒരു ജാതി ഞങ്ങൾ. ഈ ആനേനെയും ഇതിനൊക്കെ കണ്ടിട്ടുണ്ടോ അമ്മ? നടീനെയൊക്കെ, ആനേനെയും നടീനെയൊക്കെ. അപ്പൊ നമ്മൾ പൊതുവെ പറയില്ലേ ഈ കാട്ടിലെ മൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങിയപ്പോൾ എല്ലാവർക്കും പേടിയാണ്, പിന്നെ ഉറപ്പൊന്നുമില്ല. ഞങ്ങളെ അതിലൊക്കെ വരുന്നുണ്ട് ആന, ഒക്കെ വരും. ഞങ്ങളെ എസ്റ്റേറ്റിൽ 4 പേരാണ് ഞങ്ങൾ വീട്ടിൽ അപ്പുറത്തിപ്പുറത്ത്. അവിടെയൊക്കെ ആന വരും. അധികം ആരും ഇല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആന ആക്കി വിടും. ഈ ഞാൻ ഈ ദേവി പൂജയും നൃത്തം എന്താന്ന് ഞാൻ കുറച്ചു നേരം നോക്കിയപ്പോഴേ അതിലിങ്ങനെ പറയുന്നുണ്ട്, ദൈവവും മനുഷ്യനും ഒന്നാവുന്ന ഒരു ചടങ്ങാണ് എന്ന് പറയുന്നത്. ഒന്ന് തന്നെയാണ്. നിങ്ങൾ കഴിക്കണം, ഞങ്ങൾ കഴിക്കണം, ദൈവമൊക്കെ ഒന്നല്ലേ ഉള്ളൂ. ഒരു ദൈവം ഒരു പടച്ചവനേ ഉള്ളൂ. ശരിയാ അല്ലേ? ജാതിയും മതവും മാറിയൊന്നും കരുതി ജാതിയോട് മാറ്റം, ചോരൊക്കെ ഒന്നല്ലേ. അതെ. പൂജയാണോ ഉണ്ടാവുക? പൂജ മാത്രമേ ഉണ്ടാവുള്ളൂ, കളിയൊന്നും ഉണ്ടാവില്ല. കളിക്ക് ഇവിടെ ആളില്ല. ഓ, നൃത്തല്ലേ അപ്പോ? പിന്നെ ഞാൻ കളിക്കണേ എൻ്റെ കാലുകൊണ്ട് വയ്യ. ഓ, അതാണ്. എന്നാലും കളിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലർക്ക്. എൻ്റെ മകനുണ്ട്, വന്നിട്ട് മരുകളുണ്ട്, ചിലപ്പം തുള്ളും. ഓ, അതായത് നമുക്ക് ഇങ്ങനെ ഉള്ളിലെ ആ ഒരു ദൈവത്തിന്റെ വിളി വന്നിട്ടാണോ നമ്മൾ തുള്ളുക? നമ്മളത് അങ്ങോട്ട് വിളിച്ചാലല്ല, ഓല് ഇങ്ങോട്ട് വന്ന് നമ്മളെ ശരിയാക്കും. പിന്നെ നമുക്ക് ഒരു ബോധം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടാവോ അത് കഴിഞ്ഞില്ല? ഓർമ്മ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പോലും ഇറങ്ങിയാൽ പിന്നെ ഓർമ്മ ഉണ്ടാവും. അപ്പൊ അത്ര കുറച്ച് നേരത്തെ വരെ ഉണ്ടാവും. പിന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടാണ്. അപ്പൊ അത് ദൈവത്തിന്റെ ഒരു വിളിയല്ലേ അമ്മേനെ തേടി വന്നത്. അപ്പൊ അമ്മയ്ക്ക് എന്താ തോന്നുന്നു, അമ്മേനെ എന്തുകൊണ്ടായിരിക്കും അതിനെ തെരഞ്ഞെടുത്തുണ്ടാവുക? അതെനിക്കറിയില്ല, അത് പഠിച്ചവനാണ് ആള്. നമ്മക്ക് അതിനെ പറ്റൊന്നും അറിയില്ലല്ലോ. ജീവിതം ഞമ്മക്കറിയും, ഞമ്മ ജയിക്കൽ എങ്ങനെയാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെയൊക്കെ മനസ്സിലായി വന്നപ്പോൾ ഞാൻ ജീവിച്ചു. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് കാട്ടിലെ ആചാരങ്ങൾ നമ്മൾ നാട്ടിലെ ആചാരങ്ങൾ ഭയങ്കര വ്യത്യസ്തമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം നേരത്തെ സംസാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു മരണത്തിന് ശേഷമുള്ള ആചാരങ്ങളൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ് കാട്ടിലെന്ന്. എന്താ പ്രത്യേകതകൾ അതിനുള്ളത്? ഞങ്ങൾ മരിച്ചാലോ, മരിച്ചാൽ നമ്മൾ പരിപാടിക്കോ? പരിപാടിക്ക് ആണുങ്ങളെ നമ്മളേത് ആരേത് കുട്ടി മരിച്ചാലും ഞങ്ങൾ പരിപാടി കഴിക്കും. പരിപാടി എന്ന് പറയുമ്പോ ഒരു പൂരത്തിന്റെ മരല്ല, അത് വേറെ. പൂരം വേറെ, മരിപ്പിന്റെ അടിയന്തരം വേറെ. അന്ന് ഇപ്പൊ എന്തൊക്കെ ഉണ്ടാവുക അവിടെ? അന്നുണ്ടാവും വരുന്ന ആൾക്കാർക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഓ, ഭക്ഷണം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ? അല്ല, കള്ളൂരാക്കൊന്നും കൊടുക്കില്ല. അങ്ങനത്തെ പരിപാടി ഞങ്ങൾക്ക് ഇല്ല. അത് ഏത് പരിപാടിക്കും ഇല്ല. പിന്നെ ഞങ്ങൾ ഈ മലദൈവത്തെ കൊടുക്കുമ്പോഴൊക്കെ ഓരോ ആൾക്കാർക്ക് ഓരോ ജാതി, ഞങ്ങളെ ജാതിയിൽ തന്നെ പല ജാതിയുണ്ട്. അപ്പൊ അങ്ങനത്തെവർക്ക് ഞങ്ങൾ ഈ മദ്യ സാധനം ലേസം കൊടുക്കും. അത് കൊടുക്കാൻ ഞാൻ ചിലക്ക് ഇവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഒരു കാട്ടിലുള്ള ജാതിയാണ്. അത് ഞാൻ വിളിക്കുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് വരും. വേറെ ആരും വിളിച്ചാൽ ആ സ്ഥലത്തേക്ക് വരില്ല. ഞാൻ പെരയിലാണെങ്കിൽ ഞാൻ കൊടുക്കലുണ്ട്. ഞാൻ കുറേ കഴിച്ചത് മനസ്സിലാ. ഇപ്പൊ അമ്മ പറഞ്ഞു അച്ഛനും അമ്മയും മരിച്ചു, അതിന്റെ ഭർത്താവും മൂത്ത മോളും പോയി. 2 മക്കള് പോയി, എൻ്റെ ഭർത്താവും പോയി. ശേഷം പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഈ സാറ് ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു പരിപാടി ഉണ്ടാക്കണം, കുറെ കാലം പരിപാടി നടത്തിയ ആളെന്നൊക്കെ പറഞ്ഞ് കേട്ടിക്കണെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞു. ബാലാനന്ദ സ്വാമി 2 ആൾ പറഞ്ഞു, 3 ആൾ പറഞ്ഞു. പിന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞങ്ങൾ സാധിച്ചു തരാം, അന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ നോക്കട്ടെ, ശരിയാക്കി തരാനും ഞാൻ വരാം. അല്ലാതെ എന്നെ കൊണ്ട് വെറുക്കാനും കൊണ്ടുവരാനൊന്നും കഴിയില്ല പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാ. എങ്ങനെയാ ഒറ്റയ്ക്ക് ജീവിക്കാൻ? ഒറ്റയ്ക്ക് ജീവിതം നമ്മളെ ജീവിതം അങ്ങനെ ആയിപ്പോയില്ലേ. അതിനിപ്പോ നമ്മൾ പറഞ്ഞിട്ട് ശരിയാവില്ലല്ലോ. പോയത് എന്തായാലും പോയി, ഇനി അത് തിരിച്ചു കിട്ടൂലല്ലോ. അതാണ്. പേടിയൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെയില്ല, സ്ട്രോങ് ആണ്, ലൈക്ക് ഭയങ്കര ധൈര്യമാണ്. പേടി മന്ത്രമൊന്നും എന്നിട്ട് വരില്ല. ഇപ്പൊ നമുക്കറിയാം ഈ കുംഭമേള അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ ഉത്സവം എന്ന് പറയുന്നത് ഒരു 270 വർഷത്തോളം മുടങ്ങി കടന്നിട്ട് വീണ്ടും നടക്കുകയാണ്. അപ്പൊ അമ്മ ഇപ്പൊ കുറെ കാലത്തിന് ശേഷം വീണ്ടും ആ പൂജ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതൊരു യോഗ ആയിരിക്കില്ലേ അമ്മേ? അതൊരു യോഗം പറഞ്ഞ അത് ദൈവം തന്നാ വരാ. അത് ഞാൻ വിചാരിച്ചതല്ല. എനിക്ക് അങ്ങനെ ഒരു പൂരം തന്നത് ദൈവത്തിന്റെ ഉറപ്പതാണ് അല്ലേ? അതെ. അല്ല നമ്മളാരും പറഞ്ഞാലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആരോട് ഇങ്ങനെ എനിക്ക് പൂജ ചെയ്യണം,
ഞാൻ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ഞാൻ മുണ്ടിട്ട് ആരോടും മുണ്ടിട്ടില്ല. നമ്മൾ ഈ കാട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് ദൈവത്തെ പോലെയാണ് അവിടുത്തെ മരങ്ങളെയും മലയിലെ ദൈവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ പാറയാണെന്നുള്ളൂ. ഓ അങ്ങനെയാണ്. പാറിന്റെ രൂപങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇന്താണ് ഉണ്ട് ദൈവങ്ങൾ. പക്ഷെ ഞാൻ കൊണ്ടുവരാൻ പറ്റില്ല, ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. ഓ പാടില്ല. അതാണ് നമ്മൾ അവിടെ വന്നാൽ കാണാൻ പറ്റുന്നതാ. കാണാം. കർമ്മര് വന്ന് കണ്ടല്ലോ. പറ്റുമോ? ഇപ്പൊ അമ്മയ്ക്ക് ഈ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലൊന്നും ഇത്തരത്തിലുള്ള പൂജകളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊന്നും ഇത് അറിയുന്നില്ല, ഇത് എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ അവരോടൊക്കെ ഇത് എങ്ങനെയാ പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക്? അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് എങ്ങനെയാണ്, ആദിവാസികളെ പരിപാടി അത് കണ്ടു പഠിക്കണം, അല്ലെങ്കിൽ കേട്ട് പഠിക്കണം. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളിപ്പോൾ പരിപാടി എടുക്കുമ്പോൾ കണ്ടു പഠിച്ചാൽ മതി, അപ്പം അറിയാൻ പറ്റും. ഓല് വന്ന് വിളിച്ച് പറയും. കോമരങ്ങളുണ്ടാവും. കോമരങ്ങളുണ്ടാവോ? ഓ അപ്പൊ എന്തൊക്കെയാന്ന് അവര് പറയും. എത്ര കോമരങ്ങളാ ഉണ്ടാവുക? കള്ളരിമാരില്ലല്ലോ. കള്ളരായിട്ട് ആരുമില്ല. എൻ്റെ ഒരു മകൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു മകളും ഈ മരുവളും മാത്രമേ ഉള്ളൂ. ഓ ഓൾക്ക് വന്നാൽ നമുക്ക് കേൾക്കാം. അമ്മയ്ക്ക് അങ്ങനെ വന്നു? എനിക്ക് വരാഞ്ഞിലേക്ക് കളിക്കാൻ വയ്യ. അതുകൊണ്ട് അമ്മ പൂജകൾ മാത്രം ചെയ്യും അല്ലേ? അല്ല, ഞാനും കളിക്കും പറയും ഒക്കെ ചെയ്യും. ഇപ്പൊ ഇനി ഇത് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇനിയിപ്പോ പഠിപ്പിക്കണം. ഞാനേ അമ്മ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കണേ? എനിക്ക് മക്കളില്ലേ. ഇത് മകന്റെ ഭാര്യ, അവനുണ്ട്. ഈ പെണ്ണുങ്ങള് മാത്രാണോ ഈ പൂജ ചെയ്യേണ്ടത്? പെണ്ണുങ്ങള് ആളില്ലെങ്കിൽ ഞാൻ ചെയ്യണത്. എനിക്ക് ആളില്ല എന്നിട്ട്. ഓ അങ്ങനെ ആണുങ്ങൾക്ക് ചെയ്യാം അല്ലെ? ആണുങ്ങളെ കൂട്ടരും പിന്നെ കുടുംബങ്ങളെ കൂട്ടരും പോലെ തന്നെ ചെയ്യും. ഞങ്ങളൊക്കെ കാണാൻ പോകും. ഇപ്പൊ കയ്യില് കൊറേ വളയൊക്കെ ഇട്ടിട്ടുണ്ട്. കൊറേ പൊട്ടിപ്പോയി. വളക്കട ഇഷ്ടാണ് അമ്മയ്ക്ക്. ഇപ്പൊ എത്ര വയസ്സായി എന്നറിയോ? അറിയില്ല. അത് നമ്മള് മെന്റലി നമുക്ക് ചെറിയ കുട്ടിയാണ് അല്ലേ? ചെറിയ കുട്ടിയൊന്നല്ല. 8 മക്കളുണ്ട്. 8 മക്കളുണ്ട്. ഓ അതിൽ 2 പോയി. ചെറിയ മകളും ഒരു വലിയ മൂത്ത നാടകത്തെ പെണ്ണു. ഓ ഈ നമ്മള് കാട്ടുനായ്ക്കർ വിഭാഗത്തിലൊക്കെ വരുമ്പോ സ്ത്രീകൾക്കാണോ പ്രാധാന്യം കൂടുതല്? സ്ത്രീകൾക്കാണോ എന്താ പറയാ കൂടുതല് പരിഗണനയൊക്കെ ഉണ്ടാവുക, അതോ പുരുഷന്മാർക്കാണോ? അങ്ങനെയുണ്ടോ? പുരുഷന്മാരുണ്ടാകില്ല. നമ്മളെ ദൈവം നമ്മളെ കൊണ്ടുനടക്കുന്നത് നമ്മൾ തന്നെ നോക്കണം. അതെ. ഓ അല്ല, മറ്റുള്ള ദൈവത്തെ നമുക്ക് തൊടാൻ പാടില്ല. ഓ അങ്ങനെയുണ്ട്. പെണ്ണാതാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓ പക്ഷെ ഞങ്ങളിപ്പോ കാട്ടിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് കാട്ടിലെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും അതൊക്കെ ചെയ്യാം അല്ലെ? എങ്ങനെയാ അപ്പൊ എന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ചാൽ എന്തൊക്കെയാ കൊടുക്കാൻ പറ്റിയ? നിങ്ങൾക്ക് എന്താ ഇഷ്ടമാണെങ്കിൽ എന്തും കൊടുക്കാം. നമുക്ക് ഇഷ്ടം ഉണ്ടായാൽ മതി. സ്നേഹത്തോടെ കൊടുക്കാന്നതാ അല്ലേ? ഓ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ടോ? അതൊന്നുമില്ല. നമ്മളിപ്പോ നമ്മളെ ദൈവത്തിന് എങ്ങനെ പ്രാർത്ഥിക്കണം അതേമാതിരി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ മതി. അപ്പൊ അമ്മയുടെ ഞങ്ങളെ ഭാഷ അല്ലല്ലോ. ഓലൊക്കെ മലയാളം ഇംഗ്ലീഷും പറയുന്ന ആൾക്കാരല്ലേ. ഈ മലയാളം തന്നെയാണോ നിങ്ങൾ അവിടെ സംസാരിക്കുക, അതോ തമിഴ് വരുമോ കുറച്ച്? ഇല്ല, ഞങ്ങൾ മലയാളം തന്നെയാ പറയാ. ഞാൻ നേരത്തെ അമ്മ മോളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറച്ചേരം ശ്രദ്ധിച്ച് കേട്ടു. അപ്പൊ എന്താ വ്യത്യാസം ഉണ്ടായിരുന്നേ? അമ്മ ഇപ്പൊ എന്നോട് സംസാരിക്കണ പോലെ ആയിരുന്നില്ല അപ്പൊ? അത് ഞങ്ങളുടെ ഭാഷ അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഓ ഞാൻ അറിയാഞ്ഞിട്ടല്ല. കുറെ നുള്ളിപ്പൊറുക്കി പറയുന്നുണ്ട്. ഞങ്ങൾ അമ്മനെ വിളിക്കും. അമ്മേന്ന് വിളിക്കും. അമ്മനെ അച്ഛനെ അപ്പനെ അങ്ങനെ. പിന്നെ ആങ്ങളമാരെ അണ്ണനെ അങ്ങനെയൊക്കെ വിളിക്കാം. അമ്മയ്ക്ക് ഏട്ടന്മാരും അനിയത്തിമാരൊക്കെ മരിച്ചു? ഒരാങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഓ ഈ നമ്മള് കൊച്ചുമക്കൾക്കൊക്കെ എങ്ങനെയാ ഈ ആചാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാ പഠിക്കും? താല്പര്യം ഉണ്ടോ എല്ലാവർക്കും? കളിച്ചു പഠിക്കും. ഇപ്പൊ ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും പഠിക്കാൻ വലിയ താല്പര്യം കുറവാ നാട്ടിലൊക്കെ. അവിടെ അങ്ങനെയാണോ? സമ്മതിക്കുന്നുണ്ടോ പഠിക്കാൻ? എന്റെ കുട്ടികളൊക്കെ കളിക്കും. ഞാൻ ഒരു പരിപാടി എടുക്കണ കയ്യിലൊക്കെ പോകും. ഓ കൊട്ടും കോയിലും കളിക്കും. അമ്മയാണോ പഠിപ്പിച്ചു കൊടുക്കണേ? ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുക്ക.
ഞാൻ പഠിപ്പിക്കണേ, ഞാൻ തുടങ്ങിയ എല്ലാരും ഉണ്ടാവും മുറ്റത്ത്. ഈ നമ്മുടെ വിഭാഗത്തിൽ എങ്ങനെ കല്യാണമൊക്കെ എങ്ങനെയാ? കല്യാണം ഇപ്പോഴത്തെ കല്യാണം കണക്കല്ലേ. പണ്ട് നമ്മുടെ കല്യാണമൊക്കെ ഞങ്ങളെ കല്യാണമൊക്കെ 4 ആൾ അറിഞ്ഞിട്ടും ആ. താലി കെട്ടിയിട്ടൊക്കെ കൊണ്ടുപോയി. ഇപ്പോഴത്തെ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ശനിയാഴ്ച കിട്ടുക, ശനിയാഴ്ച കിട്ടുക. അങ്ങനെയാണ് ഇപ്പൊ സിനിമ നടി കണ്ട് കണ്ട് കുറ്റിയാലായി. അങ്ങനെ സിനിമയും ജാതി മറ്റേ ഇതില്ലേ എന്താ ഫോണില് കളി, ആ, ആ കളി കണ്ടിട്ടാണ് ഇപ്പോഴത്തെ കല്യാണം. ഇപ്പത്തെ കല്യാണം. ആ. അമ്മയുടെ കല്യാണം അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടോ? ആ, അതെങ്ങനെയായിരുന്നു? അത് നല്ല സ്വഭാവത്തിലല്ലേ. നല്ല അടിപൊളിയായിരുന്നു. ആ, അപ്പൊ ഈ ആദ്യമായിട്ട് ഭർത്താവിനെ കണ്ടതൊക്കെ കല്യാണത്തിന്റെ അന്നായിരുന്നോ? ആ, അത് അന്നാണോ ആദ്യമായിട്ട് കാണുന്നത്? അങ്ങനെ വരുള്ളൂ. അതിന് മുന്നേ കാണാനൊന്നും പറ്റില്ല. ഇല്ല. അന്നത്തെ കാലം വരില്ല. ആ, ഇന്നത്തെ കുട്ടികളോട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇന്നത്തെ കുട്ടികളെ എന്ത് പറഞ്ഞിട്ട് എന്ത് കേൾക്കാനാ? നമ്മൾ പറയുന്ന അപ്പുറം ഓല് പറയും. പിന്നെന്താ നമ്മളതിന് പറഞ്ഞു.